കല്യാണം കഴിഞ്ഞ പുതുമോടികളായിട്ടുള്ള ഗംഗേനെയും അപ്പുവിനെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് ഇത്ര പ്രഹസനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണെന്നും ഒക്കെ നിങ്ങളുടെ ബ്ലോഗിലൂടെ തന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പിന്നെ നിങ്ങൾ ഇങ്ങനെ എന്തിനാണ്, അല്ല ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് രാത്രി ക്യാമറ ഓണാക്കി വെച്ചിട്ട് കിടക്കുമോ അതോ രാവിലെ എണീറ്റ് വന്ന് ഓണാക്കി വെച്ചതിന് ശേഷം തിരിച്ച് അതേ പൊസിഷനിൽ പോയി കിടന്നതിന് ശേഷം ഒന്നേന്ന് മുതൽ എണീറ്റ് വരുമോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രക്രിയ അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. സോ ഡേ ഇൻ മൈ ലൈഫൊക്കെ വ്ളോഗ് ചെയ്യുന്നവരെടുക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്രൈവസി എന്ന് പറയുന്ന സാധനം കാത്തു സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങളെ എല്ലാവരും ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നതൊന്നും പറയരുത്. കുറേയൊക്കെ മറ അല്ലെങ്കിൽ കുറേയൊക്കെ പ്രൈവസി നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കണം. പകരം നിങ്ങളെല്ലാം ഇങ്ങനെ തുറന്ന് കാണിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സന്തോഷ നിമിഷങ്ങളായാലും സങ്കടങ്ങളായാലും വഴക്കായാലും എല്ലാം വിറ്റ് കാശുണ്ടാക്കിയതിന് ശേഷം പിന്നെ നാട്ടുകാർ വന്ന് കമൻറ്റ് ചെയ്താലോ നാട്ടുകാർ വന്ന് ചോദ്യം ചോദിച്ചാലോ ഞങ്ങളെ ജഡ്ജ് ചെയ്തു, ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെട്ടു എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത് കേട്ടോ. ഞാൻ കുറെ നാളായി ദോശ ചേച്ചി, സോറി കാശി, ക്ഷമിക്കണം, എൻ്റെ അടുത്ത് കുറച്ച് പൊസിഷൻ മാറിപ്പോയി. പണ്ട് ഞാൻ ദോശ ചുടുമായിരുന്നു, വാക്കില്ല. അമ്മച്ചി ആരടുത്തും പറയല്ലേ. ആ നീ എന്തൊരു താങ്ക്സ്. ഞാൻ അല്ല അമ്മയ്ക്ക് അമ്മയടുത്ത് പറയാം ഞാനാണ് ദോശ ഇട്ടേ. ഇന്നലെ അങ്ങ് പിറന്ന് വീണതേ ഉള്ളൂ. ദോശ മറച്ചിടാനോ ദോശ മാവ് കലക്കി ഒഴിക്കാനോ പോലും അറിയാത്തൊരു കുഞ്ഞു വാവേനെയാണോ ഈശ്വര ഈയിടെ കല്യാണം കഴിഞ്ഞത്. എനിക്ക് വിഷമമാവുന്നു. എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക, എന്തിനാണ് ഈ നാടകം ഇങ്ങനെ വാരി വെതറുന്നത്? കാണുന്നവന്മാർ പൊട്ടന്മാരല്ല. ഈ ഓവറാക്കി ചളവാക്കുക എന്നൊക്കെ പറയുന്നത് കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ശീലമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഗംഗ വളരെ ആർട്ടിഫിഷ്യലായിട്ട് ദോശ മറച്ചിടാൻ അറിയില്ല അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നാണം കുണുങ്ങി കൊഞ്ചി കുഴയുന്നതൊക്കെ നമുക്ക് കാണാം. ഈ മറ്റേ കല്യാണം കഴിഞ്ഞതിന് ശേഷം പെണ്ണുങ്ങൾ അടുക്കളയിൽ തന്നെ ആകണം എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അവനവൻ്റെ ജീവൻ നിലനിർത്താൻ ഒരു മിനിമം ബേസിക് കുക്കിംഗ് എങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അത് എന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ജെൻഡർ അനുസരിച്ച് സ്ത്രീ ആയാലും പുരുഷനായാലും അത് അറിയേണ്ട കാര്യമാണ്. ഇവിടെ ഒരു ദോശ ഒരു ചട്ടവും വെച്ച് മറച്ചിടുന്നതിന് എന്തിനാണ് ഇത്ര കുഴഞ്ഞ് മറിയുന്നത്? അതറിയില്ല അല്ലെങ്കിൽ ദോശ മറിച്ചിടാൻ പോലും അറിയില്ല എന്നൊക്കെ പറയുന്നത് വലിയ ക്യൂട്ട്നെസ് ആണെന്നോ അല്ലെങ്കിൽ വലിയ സ്റ്റാൻഡേർഡ് കാര്യമാണെന്നോ ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റുന്നതായിരിക്കും നല്ലത്. ഇനി വരുന്ന ബ്ലോഗുകളിലും ഇമാതിരിയുള്ള പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടലുകളും നാടകങ്ങളുമാണ് ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ട്രോളുകളുടെ പെരുമഴയായിരിക്കുമെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇതിന്റെ ബാക്കി നാടകീയതയും കൂടി ഒന്ന് നമുക്ക് കാണാം. പിന്നെ എനിക്ക് പണ്ട് ഞാൻ ദോശ ചുടുവായിരുന്നല്ലേടാ, പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ? ദോശയൊക്കെ ചുട്ടാൻ പൊരിച്ച മീനൊക്കെ ഉണ്ടായത്. ആ നെയ്യൊക്കെ വെച്ച് മസാല ദോശയൊക്കെ എന്തിരി ഞാൻ ഇളക്കട്ടാ. കാശി ഞാൻ ഇട്ട് തരാം. അന്നേ എനിക്കറിയത്തില്ല, ഒരു ദോശ ചുടുന്നതിന് കൂട്ടുന്ന പ്രഹസനങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. ഇത് ബ്ലോഗാണെന്നും അല്ലെങ്കിൽ ഇത് വീട്ടിൽ നടക്കുന്ന ദോശ ചുടലും ചമ്മന്തി അരക്കലും ഒക്കെ കാണിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിന് ഇത്രയും ക്യൂട്ട്നെസ്സിൻ്റെയും ഇത്രയും നാടകതയുടെയും ആവശ്യമില്ല എന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. കാരണം ഇതിലും വലിയ പ്രതിസന്ധികളും അല്ലെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്നും ഒക്കെ ഘോരം പറയുന്ന ഗംഗയ്ക്ക് ഒരു ദോശ ചുടാൻ അറിയില്ലേ? സ്വന്തം ജീവിതം നിലനിർത്താൻ അല്ലെങ്കിൽ സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ബേസിക് കുക്കിംഗ് പോലും അറിയില്ലേ? അറിയില്ല. ഈ ബ്ലോഗ് മുഴുവൻ കാണുമ്പോഴും ഭയങ്കരമായിട്ട് കുട്ടികളി മാറാത്ത ഒരു കുഞ്ഞു വാവേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കുഞ്ഞുവാവയുടെ കുട്ടികളി മാറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റുകളുടെയും ട്രോളുകളുടെയും പെരുമഴയായിരിക്കുമെന്ന് ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിന്റെ താഴെയുള്ള കമന്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എനിക്കൊരു കാന്താരി പറവന്നെ ഒട്ടും എന്തോന്ന് എപ്പോഴും ഞാൻ എൻ്റെ കാല് എവിടെയെങ്കിലും കയറി തട്ടി അവിടെ അയാൾ അവിടെ കിടന്ന് ഇങ്ങനെ കാണുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് 3 വയസ്സേ ഉള്ളൂ. 3 അല്ല 6 വയസ്സിൽ പോലും ഞാൻ 3 വയസ്സിന്റെയോ 6 വയസ്സിന്റെയെങ്കിലും പക്വതയും അല്ലെങ്കിൽ അത്രയും പ്രായമെങ്കിലും ആയി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കുഞ്ഞ് കാലോ കുഞ്ഞ് കൈയോ എവിടെയെങ്കിലുമൊക്കെ തട്ടിയാൽ അപ്പോട്ടം വന്ന് അങ്ങോട്ട് തല്ലും. മേശയാണേ മേശ, ഭിത്തിയാണേ ഭിത്തി. എന്തൊരു വില കേറേട്ടനാണല്ലേ.
ഇതൊക്കെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ മാസങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രഹേളികയാണ്. ഈ പ്രഹേളിക എടുത്തു വെച്ചിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം കൂടെ അങ്ങ് ആറാടും ആദ്യത്തെ കുറേ നാൾ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങൾ ഓരോരോ രീതിയിൽ ബിസി ആയി പോകും. പിന്നെ ഈ പ്രഹസനങ്ങളൊന്നും കാണിക്കാൻ സമയം കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ചോദ്യമായി മറുപടിയായി എന്തേ നിങ്ങൾ ഒന്നിച്ചില്ലാത്ത, അല്ലെ എന്തേ നിങ്ങൾ പഴയ സ്നേഹത്തിലില്ലാത്ത എന്നൊക്കെ സ്വാഭാവികമായ ചോദ്യങ്ങൾ വരും. അത് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, കാലം പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഇമാതിരി പ്രഹസനങ്ങൾ കാണിക്കാതെ വരുന്നതാണ്. പക്ഷെ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഞങ്ങളുടെ ലൈഫിലോട്ട് ഇടപെടുന്നു, ഞങ്ങളുടെ പ്രൈവസീനെ മാനിക്കുന്നില്ല എന്നൊന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത്. കാരണം നിങ്ങൾ തന്നെയാണ് ഇമാതിരിയുള്ള കോപ്രായങ്ങളും അല്ലെങ്കിൽ കോപ്രായങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കാണിച്ചോളൂ. പക്ഷെ ഇതൊക്കെ വ്ളോഗിലായിട്ട് ഷൂട്ട് ചെയ്ത് ക്യാമറ ഓൺ ആണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിച്ച് തകർത്ത് അതിനൊരു മ്യൂസിക്കൊക്കെ കയറ്റി അങ്ങ് പടച്ചു വിടുമ്പോൾ നാളെ എന്നൊരു സംഭവം ഉണ്ടെന്നും ഇത് സോഷ്യൽ മീഡിയ ദിവസങ്ങളോളം വർഷങ്ങളോളം കാലങ്ങളോളം കിടക്കുമെന്നും ഓർക്കണം. പിന്നെ അപ്പു ഒരു സ്നേഹമില്ലാത്ത വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ഗംഗയുടേത് അഭിനയമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ എവിടെയൊക്കെയോ വ്ളോഗിന് വേണ്ടിയിട്ട് അഭിനയിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്രയധികം നാടകീയത കുത്തിക്കയറ്റി വ്ളോഗ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് അപ്പുവിൻ്റെ കാര്യത്തിൽ. അതായത് ഗംഗയുടെ ഹസ്ബൻഡ് അത് നല്ലൊരു വ്യക്തിയാണ് അല്ലെന്നോ അല്ലെങ്കിൽ സ്നേഹം അഭിനയമാണെന്നോ ഒന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല, ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷേ അപ്പു കാണിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നതല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം നിങ്ങളുടെ പല പല വ്ളോഗുകളും ഇപ്പോൾ കാണുമ്പോൾ നാടകീയത അത്രയ്ക്കധികം കൂടി വരുന്നു. നിങ്ങൾക്കിടയിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ, അതായിരിക്കും ഭാവിയിലേക്ക് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ബാക്കി നിങ്ങളുടെ ചാനലാണ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾക്ക് എന്തും ഷൂട്ട് ചെയ്യാം, എന്തും പബ്ലിക്കിലേക്ക് വെക്കാം. പക്ഷേ ആ വയ്ക്കുന്ന സാധനങ്ങൾ പബ്ലിക്കിലേക്ക് ആയതുകൊണ്ട് തന്നെ അതിന് കമൻസുകൾ വരാം, ജഡ്ജ്മെൻറ്റ്സ് വരാം, റിയാക്ഷൻസ് വരാം, അതുകൂടി ഉൾക്കൊള്ളണമെന്ന് മാത്രം. എന്തു തന്നെയാലും കല്യാണം കഴിഞ്ഞ ഒരു പുതുമോടി സമയത്ത് കാണിക്കുന്ന എല്ലാവിധ പ്രഹേളികളും കാണാനായിട്ട് സന്ദർശിക്കുക ഗ്ലാമി ഗംഗ യൂട്യൂബ് ചാനലിൽ. എന്തു തന്നെയായാലും ആവട്ടെ, അവനവൻ്റെ ജീവിതമാണ്. പിന്നെ കമൻറ്റുകൾ വരാറുണ്ട്, രണ്ടാം കല്യാണമാണ്, രണ്ടാം ഘട്ടമാണ്, എന്നിട്ട് പിന്നെ ഇവൻ എന്തിനാണ് ഇത്ര നാണം, എന്നിട്ട് പിന്നെ എന്തിനാണ് ഇവൻ ഇത്ര കെയർ ചെയ്യുന്നത്, ഇവൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളല്ലേ എന്നൊക്കെ. അത് അത്രയൊക്കെ ലോ ലെവലിലോട്ട് പോയി ഇവരെ ജഡ്ജ് ചെയ്യണമെന്നൊന്നും എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. രണ്ടാം കല്യാണമാണ് എന്ന് വെച്ചുകൊണ്ട് ഭാര്യനെ സ്നേഹിക്കേണ്ട എന്നോ, രണ്ടാം കല്യാണം ആയതുകൊണ്ട് എന്താ പറയുക മറ്റുള്ളവരെ മറച്ചു വെച്ച് കല്യാണം കഴിക്കണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ആദ്യത്തേത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് സക്സസ് ആവുമെന്നൊരു പ്രതീക്ഷയിലായിരിക്കും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് അതിന് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ചെയ്യുക തന്നെ വേണം. പക്ഷെ എവിടെ ചെയ്യണം, ക്യാമറയ്ക്ക് മുമ്പിൽ ചെയ്യണോ പിന്നിൽ ചെയ്യണോ എന്നുള്ളത് അവനവൻ്റെ യുക്തി അനുസരിച്ച് തീരുമാനിക്കുക. പിന്നെ ഇവരുടെ വ്ളോഗുകൾ ഇപ്പോൾ കാണുമ്പോൾ അതിവിനയം നമുക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഗംഗയുടെ ഭാഗത്തു നിന്നായാലും അപ്പുവിൻ്റെ ഭാഗത്തു നിന്നായാലും വിനയം ആവശ്യമാണ്. പക്ഷെ അതിവിനയം അത് ആപത്താണ്. ഈ ഓവറാക്കി ചളമാക്കുക അല്ലെങ്കിൽ ഓവർ ക്യൂട്ട്നെസ് വാരി വിതറുക എന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ വ്ളോഗിൽ കാണുന്ന ഒരു പരിപാടിയാണ് അതിവിനയം. എന്തിനും ഏതിനും അതിവിനയം. അത്ര ആവശ്യമില്ല. കാരണം അത്രയും വിനയമായിട്ട് അത്രയും അതിവിനയമായിട്ട് അധിക നാളൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ഇത് പൊട്ടും. അപ്പോൾ പിന്നെ ആൾക്കാരെടുത്ത് വന്ന് ട്രോളും, ഈ പഴയതൊക്കെ എടുത്തുകൊണ്ട് വരും. അതിനേക്കാൾ ബെറ്റർ നിങ്ങളായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. അല്ലാതെ ക്യാമറയ്ക്ക് വേണ്ടി അതിവിനയം, നേരത്തെ പറഞ്ഞതുപോലെ ഓവർ ക്യൂട്ട്നെസ്, ഓവർ കെയറിങ്, ഓവർ സ്നേഹം ആവശ്യമില്ല. നാച്ചുറൽ വ്ളോഗിങ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് കാണാൻ തന്നെ ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടവും. വിമർശനത്തെ വിമർശനമായി ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തു തന്നെയായാലും ഞാൻ പറഞ്ഞതും ഞാൻ സംസാരിച്ചതും എൻ്റെ മാത്രം കാഴ്ചപ്പാടുകളും എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമൻറ്റ് സെക്ഷൻ. ബൈ.